ഞാൻ പറഞ്ഞൊന്ന് തുടങ്ങാം. ഞാനിതിന് മറുപടി പറഞ്ഞു തുടങ്ങണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞ ആരോപണത്തിന് ഞാനിവിടെ മറുപടി പറയാതെ പോയാൽ ഞാനെന്തോ പേടിച്ചിട്ട് ഓടി എന്നുള്ളൊരു ശൈലി വരും എന്നുള്ളതുകൊണ്ട് ഞാനതിന് മറുപടി പറയാം. എന്താണ് ശോഭ പറയുന്നത്? എനിക്ക് ശോഭയോടുള്ള ദേഷ്യം എന്താണെന്ന് നിങ്ങൾ കേട്ടോ. 5 വർഷം കഴിഞ്ഞ് MP ആയി ജയിച്ച് കേന്ദ്രമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ കള്ളപ്പണ മുതലാളിമാർക്കെതിരെ നടപടി സ്വീകരിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് അത് മുൻകൂട്ടി കണ്ട ഞാൻ എന്ത് ചെയ്താൽ ശോഭാ സുരേന്ദ്രനെതിരെ നിരന്തരം വാർത്തകൾ നൽകുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 ദിവസത്തെ മീറ്റ് ദ ഡേറ്റ്സ് ഞാൻ അറിഞ്ഞിട്ട് തന്നെയില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വയനാട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനം കണ്ട് എന്നെ കുറേ പേര് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സമയത്ത് ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഉണ്ണിസാറെ ഞാൻ വിളിച്ചു, ഉണ്ണിസാറെ എന്താ മിനിഞ്ഞാത്ത മീറ്റ് ദ ഡേറ്റ്സിൽ നടന്നത് എന്ന് ഉണ്ണിസാറോട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ഞാൻ അറിയുന്നത്. കുഴപ്പണവും ബന്ധപ്പെട്ട വാർത്തകളൊന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരാൾ ഒരു ചെറിയ പയ്യനാണ്, ബൈക്ക് ആക്സിഡൻറ്റുമായിട്ട് മരിച്ചിട്ട് ഞാൻ അവിടെയാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോഴാണ് ഇവിടെ ഘോരം നമ്മളെ എടുത്തിട്ട് അലക്കുവാണ്. എന്താ കാരണം എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാനൊരു ചെറിയ കഥ വേണമെങ്കിൽ പറയാം. ഈ ശോഭാ സുരേന്ദ്രനെ എനിക്ക് 2011 തുടങ്ങി അറിയാം. എൻ്റെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ കയറുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരും, എൻ്റെ മമ്മീൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാനുമായിട്ട് നല്ല റിലേഷനാണ്. അത് മാത്രമല്ല, അത്യാവശ്യം ഡീസൽ അടിക്കാനുള്ള പൈസ വേണമെങ്കിൽ അത് മേടിക്കും, പോകും. അത്യാവശ്യം ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ വിളിച്ചു പറയും, അതെടുത്ത് കൊടുക്കും. അത്യാവശ്യം ഹോട്ടൽ മുറി വേണമെങ്കിൽ അത് മേടിച്ചു കൊടുക്കും. ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ റെഗുലറായിട്ട് വരുന്നൊരു സ്ത്രീയാണ്. 2011 തുടങ്ങി എനിക്കറിയാം. തെളിവ് വേണമെങ്കിൽ തരാം കേട്ടോ. തെളിവ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നാളെ വേണമെങ്കിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് നാളെ തെളിവ് തരണം ആൻറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തെളിവ് തരാം. എന്തൊക്കെ തെളിവാണോ അതൊക്കെ വേണമെങ്കിൽ തരാം. റെഗുലറായിട്ട് ഒരു 500 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. 500 പ്രാവശ്യം എൻ്റെ വീട്ടിലെ അടുക്കളയിൽ വരെ ആ സ്ത്രീ കയറിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിയായിട്ടൊക്കെ മമ്മിക്കും ഇഷ്ടമായിരുന്നു. കാര്യം ഇവരുടെ പ്രകൃതം മമ്മിക്ക് ശരിക്കും ഇവരോട് ഒരു രാഷ്ട്രീയ നേതാക്കിനേക്കാൾ അപ്പുറം ഒരു പാവ സ്ത്രീ, BJPക്കാർ ഒരു ഗ്രൂപ്പത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരോട് രക്ഷപ്പെട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നുള്ളത്. അപ്പം ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ പ്രധാനമന്ത്രി ആവാനുള്ളതൊക്കെ ആയിരിക്കും. അതൊക്കെ അന്നേ എനിക്ക് മനസ്സിലാകലുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, ജസ്റ്റിൻ എന്നങ്ങാണ്ടാണ് ആ പയ്യൻ്റെ പേര്. അപ്പോൾ അവരന്നേ ഈ സ്ത്രീ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, അനു സാറേ ഇപ്പം ഇനി പ്രസിഡൻറ്റ് സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ, ഇതൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാനിതൊന്നും എസ്ട്രാജറ്റ് പറയല്ല, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. പ്രസിഡൻറ്റ് സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ കേന്ദ്രത്തിൽ പണം കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ 5 കോടി രൂപ വേണം കേന്ദ്രത്തിൽ പ്രസിഡൻറ്റ് സ്ഥാനം കിട്ടും. കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് കിട്ടണമെങ്കിലാണ്. അപ്പോൾ 5 കോടി രൂപ വേണം. അപ്പോൾ 5 കോടി രൂപ ആണെങ്കിൽ എൻ്റെ അടുത്ത് 2 കോടി ഓൾറെഡി ഉണ്ട്. ഒരു 3 കോടീൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതൊന്ന് ഒന്ന് എനിക്ക് ശരിയാക്കി തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിക്കാരി ഇറങ്ങി പോയി കഴിയുമ്പോൾ ജസ്റ്റിൻ പറയുന്നത് എല്ലാവരും പറയണോ സാറേ, നിങ്ങൾ ഇതിനൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്, സെക്കൻഡ് വെച്ചാൽ ഇവരെ കൂടെ നടക്കുന്ന ആൾക്കാർ തന്നെയാണ് പറയാം. തിരിച്ച് എന്നോട് പറയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ എന്നെക്കുറിച്ച് പറയുന്നത് എടുത്തിട്ട് ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഇത് കണ്ടോ, ഈ കമ്പനി കണ്ടോ, ഇതെങ്ങനെയാണെന്ന് അറിയോ, ഒരു ദിവസം കുചേലൻ, കൃഷ്ണൻ എന്നൊക്കെയാണ് പറയുന്നത്. ആരാണോ കുചേലൻ, ആരാണോ കൃഷ്ണൻ, ഇവരൊക്കെ വർത്തമാനം കേട്ടാൽ ഞാൻ വിചാരിച്ചു ഞാനെന്തോ നോട്ടടിക്കുന്ന മിഷൻ വെച്ചിട്ട് അടിച്ചടിച്ചടിച്ച് കൂട്ടുകയാണ്. ഡെയിലി അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ റിപ്പോർട്ടർ TV തുടങ്ങിയപ്പോൾ ഒരു കഥ പറയാം. റിപ്പോർട്ടർ TV തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വാർത്ത വരുന്നത് നളിൻ കുമാർ കട്ടീലിൻ്റെ ചാനലാണ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. BJPയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷനാണെന്നുണ്ടല്ലേ. നളിൻ കുമാർ കട്ടീലിൻ്റെ ചാനലാണ്. അദ്ദേഹമാണ് BJPക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ള നിലയ്ക്കായിരുന്നു ഒരു വലിയ പ്രചരണം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറെ ഒരു NRI മുതലാളിയായി മാറി. അദ്ദേഹമാണ് ആൻറ്റോനെ മുൻനിർത്തിയിട്ട് ഭയങ്കരമായി പണം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോകുലം ഗോപാലിനായി മാറി. ആൻറ്റോനെ മുൻനിർത്തി ഭയങ്കരമായി പണം കൊടുത്തിട്ട് CPM വേണ്ടിയിട്ട് BJPക്കെതിരെ അടിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇതൊക്കെ ഇതെങ്ങനെയാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത് അറിയില്ല. ഞാൻ ഈ നളിൻകുമാറിനെ കണ്ടിട്ട് പോലില്ല. ആ സമയത്ത് നളിൻകുമാർക്ക് തുടങ്ങുമ്പോൾ കർണാടക സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതെ ആണ്. പക്ഷെ ഞാനറിയണ്ടേ. അപ്പം ഇപ്പം എത്ര മുതലാളിയായി എന്നറിയപ്പത്തിന് നളിൻകുമാർ കട്ടിലായി, NRI മുതലാളിയായി, ഗോകുലം ഗോപാലൻ വന്ന് പറയുന്നത് 2 സാധനമല്ല, അത് അയാൾ പണം മുടക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നു. പിന്നെ ED അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, കള്ളപ്പണം, ഇതൊക്കെ അന്വേഷണം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഈ പറയുന്ന അന്വേഷണം, ഞാൻ 99 മരം മുറിച്ചു. സത്യമാണ്. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ മരം മുറിച്ചിട്ടില്ല എന്ന്? ഞാൻ മുറിച്ചു എന്ന് 99 മരം മുറിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഞാനാണ് ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിച്ചിട്ട് എൻ്റെ സ്റ്റേ ഓർഡർ ഉണ്ട്.
ഇത് സത്യമാണ്, ഞാൻ എവിടെയും പറഞ്ഞില്ല എന്ന്. ഇനി മരം മുറിച്ചതിന് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ ശിക്ഷിച്ചോളൂ, എന്നെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എന്നെ ബോധിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ എന്താണ് അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ശോഭ സുരേന്ദ്രൻ വന്ന് പറയുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇന്നെന്താണ് വന്ന് പറയുന്നത്, ഇതിങ്ങനെ കണ്ട് അങ്ങനെ അർത്ഥത്തിൽ അത്. അപ്പോൾ ഇതിലെന്താണ്, ഇപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. നമ്മളെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ചിലപ്പോൾ ലൈവ് കൊടുക്കും അല്ലേ, എല്ലാവരും ചില ലൈവ് കൊടുക്കും, എല്ലാവരും ലൈവ് കൊടുക്കും. നമ്മളെ അടിച്ചാൽ എല്ലാവരും ലൈവ് കൊടുക്കും. അപ്പോൾ അത്രയും പബ്ലിസിറ്റി ആയി. ഇനി ആ വകയിൽ സുരേന്ദ്രനെ തകർക്കാൻ പറ്റുകയാണെങ്കിൽ സുരേന്ദ്രനെ തകർക്കാം. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സതീഷിനെ എനിക്ക് ശോഭനെ അറിയാം, നല്ല രീതിയിൽ അറിയാം. ഞാൻ ഒന്നില്ലെങ്കിൽ 10, 2800, 2900 ആൾക്കാരെ പോറ്റിക്കൊണ്ട് പോകുന്നതല്ലേ. 2900 സ്റ്റാഫ് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 650 സ്റ്റാഫ് ഈ സ്ഥാപനത്തിൽ റിപ്പോർട്ടർ ടി വിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 വർഷമായി ഞാൻ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ തുടങ്ങിയിട്ട്. 2014 തുടങ്ങിയിട്ട് ഈ സ്ഥാപനത്തിലുണ്ട്. ഞാൻ 2014 തുടങ്ങി ഈ സ്ഥാപനത്തിൻ്റെ മുതലാളീൻ്റെ ഭാഗത്ത് ഞാനുണ്ട്. ഞാൻ ഇന്ന് തലേദിവസം വന്ന് റിപ്പോർട്ടർ ടി വി വാങ്ങി വലിയ മുതലാളി. അതിന് മേലെ നിങ്ങളൊരു കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് എഡിറ്റർമാർ ആരൊക്കെയാണ്? മനോരമേൻ്റെ മാനേജർ എഡിറ്റർ ആലോചിച്ച് നോക്കിയേ, മാതൃഭൂമിൻ്റെ ആലോചിച്ച് നോക്കിയേ, ആരാ? അതിൻ്റെ മുതലാളിമാർ തന്നെയാണ് അല്ലേ? മനോരമേൻ്റെയും മാതൃഭൂമിൻ്റെയും ഒക്കെ മാനേജിംഗ് എഡിറ്റർമാരാരാ? അതിൻ്റെ മുതലാളിമാരാണ്. റിപ്പോർട്ടർ ടി വിൻ്റെ മാനേജിംഗ് എഡിറ്ററാണ്, അതിൻ്റെ മുതലാളി തന്നെയാണ്. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മൾ മിണ്ടാൻ പാടില്ല, മിണ്ടിയാൻ മുട്ടിൽ മരമറി. കേസിൽ നമ്മൾ വാർത്ത കൊടുത്ത അപ്പം ലോകത്ത് കാണാത്തവനൊക്കെ വന്നിട്ട് അറിയുതാ അവർ ആ ഉദ്ദേശം വെച്ചിട്ടാണ്. ഏതുദ്ദേശം? ശോഭ സുരേന്ദ്രൻ തകർന്നാലെന്ത്, പ്രസിഡൻ്റ് ആയാലെന്ത്, പ്രസിഡൻ്റ് ആയില്ലെന്ത്. പക്ഷെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല, പിന്നെയാണ് ഇവിടെ വന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളും വലിയ വെള്ളിയാഴ്ച കഴിച്ചിട്ട് നമ്മളൊന്നും സംഭവിച്ചില്ല, നമ്മൾ ഇവിടെ തന്നെയുണ്ട്. ED-ൻ്റെ അന്വേഷണം കഴിച്ചിട്ടാണ്. ഇനി ഇത് ശോഭാ സുരേന്ദ്രന് ഭയങ്കര പിടിപാടാണെങ്കിൽ നേരെ അമിത്ഷാൻ്റെ അടുത്ത് ലെറ്റർ എഴുതി കൊടുക്കാൻ പറ. ഓഗസ്റ്റ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു 200 കോടി രൂപേൻ്റെ സ്വത്ത് സമ്പാദിപ്പിച്ചിട്ട് അവിടെ എത്ര 500 അത്രയാണ് പറഞ്ഞത്. അത്രയും പൈസ കൊടുത്തിട്ട് ഒരു ചാനൽ അവിടെ തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര പൈസക്കാരനാണ് എന്നിട്ട് അമിത്ഷാക്ക് എഴുതി കൊടുക്കാൻ പറ. ED ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, എന്തൊക്കെയൊക്കെ വകുപ്പുകളില്ലേ, ആ വകുപ്പുകളൊക്കെ അന്വേഷിക്കാൻ പറ. എനിക്കിതൊരു ഒരു സംഭവം ഇല്ലാന്ന്. അമിത്ഷായോടാണോ? അമിത്ഷാ ഇവർ പോയി പറയണം കേട്ടോ, ഇവരാണല്ലോ പറയും. ഇപ്പം ലെറ്റർ ഇന്നലെ അയച്ചല്ലോ, ഇനി പേടിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ആലോചിക്കുന്നതെന്നറിയോ, ഇപ്പോൾ കേരളം നിൽക്കാൻ പറ്റില്ല, കാരണം ശോഭ പരാതി ഒത്തു കഴിഞ്ഞല്ലോ. ഇപ്പോൾ കേരളം വിട്ടു പോകണം. അപ്പോൾ എവിടെ ഇപ്പോൾ സ്ഥലം എന്നാണ്, പേടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നാളെ എങ്ങാനും ശോഭേൻ്റെ പരാതി കേട്ടിട്ട് നമ്മളെങ്ങാനും പിടിച്ചിട്ട് പോയാൽ പ്രശ്നം തീർന്നില്ലേ? ഇവരാരെയായി പേടിപ്പിക്കുന്നത്? നമ്മളെയോ? എന്ത് കണ്ടിട്ട് അവർ പേടിപ്പിക്കുന്നത്? ഏത് ലെവലിലാണ് ഇവരെ? ഞാൻ പറഞ്ഞില്ലേ, 2012 തുടങ്ങിയിട്ട് അറിയാം, എനിക്ക് നല്ല രീതിയിൽ അറിയാം ഇവരെക്കുറിച്ചുള്ള ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ഓറിയൻറ്റേഷൻ തുടങ്ങിയല്ലോ, റിപ്പോർട്ടർ ടി വിൻ്റെ ഓറിയൻറ്റേഷൻ തുടങ്ങിയല്ലോ. ഓറിയൻറ്റേഷൻ പറയുന്നത് നമ്മൾ ക്യാമ്പിൻ്റെ സമയത്ത് നമ്മൾ സുരേന്ദ്രനെയും VD സതീശിനെയും P രാജീവിനെയാണ് വിളിച്ചത് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സുരേന്ദ്രൻ വന്ന് തിരിച്ചു പോയ അന്ന് വൈകുന്നേരം ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ഇനി ഞങ്ങളൊന്നും വേണ്ടല്ലോ അല്ലേ? ഏത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവരാരാ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്, നമ്മളിപ്പോൾ ചാനലോട് ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവരെ രാവിലെ തുടങ്ങി ആൻ്റെമായിട്ട് നല്ല പരിചയമുള്ള ആളാണല്ലോ, അപ്പോൾ ഇത് നാളെ രാവിലെ തുടങ്ങിയിട്ട് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാമെന്നുള്ളതാണ്. ഞാൻ ഈ സമയം വരെ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഏഷ്യനെറ്റ് പിന്നെ രാജീവ് ചന്ദ്രശേഖരനാണല്ലോ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്, ഇവർ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പം ആ സ്ഥാപനത്തിന് സുരേന്ദ്രനുമായിട്ട് മിനിങ്ങാത്ത പത്രസമ്മേളനം അവർ ഭയങ്കര ഫൈറ്റിക്ക് അവിടെ നടക്കുന്നുണ്ടല്ലോ. ഇവർ ഭയങ്കര മുതലാളിമാരായിരുന്നില്ലേ? സുരേന്ദ്രനെ നേരെ വിളിച്ചിട്ട് നിങ്ങൾ നിൻ്റെ മുതലാളിയല്ലേ, ഇനി തുടങ്ങി എനിക്ക് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞ ഞാൻ മിനിങ്ങാന്ന് ഞാൻ പോലും കാണാത്ത മീറ്റ് ഡേറ്റേഴ്സിൽ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഇവർക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല, ഒരു മാധ്യമ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ല, ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല, ഇതെന്താണ് അതിൻ്റെ ശൈലി എന്നറിയില്ല, എന്താണ് പ്രവർത്തകർ മുതലാളിമാർ ഇങ്ങനെ പറഞ്ഞിരുന്ന അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഇതെന്താണ് പിന്നെ സ്റ്റാഫ് എന്നറിയാം, എന്താണ് എഡിറ്റോറിയൽ ബോർഡ് എന്നറിയില്ല, എങ്ങനെയാണ് ഒരു വാർത്ത ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയില്ല, എങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നതെന്ന് അറിയില്ല. എന്നിട്ട് നമ്മൾ മാധ്യമ പ്രവർത്തകരെ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കണ്ടല്ലോ, ഒന്ന് ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുകയാണ്. ആദ്യമേ എന്താ ഇൻറ്റിമേഷൻ കിടന്ന എന്തൊക്കെയോ പറയുന്നില്ല, ഇൻറ്റിമേഷൻ കിട്ടണം, പിന്നെ അത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുകയാണ് മാധ്യമപ്രവർത്തകർക്ക്. എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? ഇവർ പറയുന്നത് കേട്ടിട്ടോ. ഞാൻ പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർക്ക് ആദ്യം വേണ്ടത് എന്താണ്? കുറച്ച് പക്വതയാണ്. ഇവരെന്താ ഇപ്പോൾ ചെയ്യുന്നതെന്നറിയോ? റിപ്പോർട്ടർ TV ഞങ്ങൾ പിണക്കിയാൽ നമ്മൾ BJPക്ക് അങ്ങ് എതിരാവും.
സി കൃഷ്ണകുമാറിന്റെ വാർത്തകൾ കൊടുക്കുന്നത് പാലക്കാട് നമ്മൾ പോയിട്ട് സി കൃഷ്ണകുമാറിന് അങ്ങ് എതിരായിട്ട് നമ്മൾ വാർത്ത സി കൃഷ്ണകുമാറിന് എടുത്തു. സി കൃഷ്ണ തോറ്റാൽ ഇനി ഇവർക്ക് സാധ്യതയുള്ളൂ. കാരണം പാലക്കാട് ഇവർക്കൊരു സാധ്യത വരണമെങ്കിൽ ഈ ശ്രീകുമാർ തോക്കണം. ഇപ്പം അത് എന്താണ്, സുരേന്ദ്രൻ അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയല്ല, ഘടകത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്നിട്ട് അവിടെ ചെന്ന് എന്താ പറയുക, അവിടെ ചെന്ന് ഞാൻ എന്തോ അപ്പോൾ ഇതിങ്ങനെ പറയാൻ അവിടെ ഒരു കാര്യമുണ്ട്. കേന്ദ്ര നേതൃത്വം അനൗൺസ് ചെയ്ത കാൻഡിഡേറ്റ് ആണ്, അല്ലാതെ കെ സുരേന്ദ്രൻ അനൗൺസ് ചെയ്ത കാൻഡിഡേറ്റ് അല്ല. അല്ല സുജിയ, ഈ നമുക്കിതൊക്കെ പറയാൻ നേരത്തെ പിന്നെ EP ജയരാജൻ പറഞ്ഞതുപോലെ നിലവാരമുള്ളവരോടല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകരെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇത്രയധികം പറഞ്ഞിട്ട് ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചത് ഇവരെല്ലാം ഇതൊക്കെ ചെയ്തതാണ് എന്ന് വിചാരിച്ചിട്ടാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് നിലവാരമുള്ളവരോട് നമുക്ക് വർത്തമാനം പറയാം. ഇതെന്നതാണ്, എങ്ങനെയാണ് നിലവാരം എന്നതനുസരിച്ച് നമുക്ക് വർത്തമാനം പറയാം. ഇവരോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. ഇവർ ഏത് അന്വേഷണ ഏജൻസി ഇനി നാളെ പരാതി കൊടുത്തിട്ട് വരട്ടെ, അപ്പോൾ അതിന് നമുക്ക് അവിടെ മറുപടി കൊടുത്താൽ മതിയില്ലല്ലോ. അപ്പം ഒരു പരിധി വരെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനത്തിൻ്റെ അന്ന് പുറത്തു പോയ അവസ്ഥയാണ്. ഇനിയിപ്പോൾ എന്താണ്, നവംബറിലേക്ക് പ്രസിഡന്റ് സ്ഥാനം വരികയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താണ്, ഞാൻ ഇതിനെല്ലാം യോഗ്യതാണ്. കേരളത്തിൽ ഒരു BJPക്കാരന് ഇവരെ പേര് പറയാനില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കേട്ടോ, ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കണമെന്ന് ഏതെങ്കിലും ഒരു BJP നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടോ? ഞാൻ തന്നെ പറയുകയാണ്, ഞാൻ തന്നെയാണ് ആള്, എന്നെ ആക്കിക്കോളൂ, ഞാൻ ബാക്കിയല്ല. എന്തുകൊണ്ടാണ് ഇവരെ പ്രസിഡന്റ് ആക്കാത്തതെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവരെങ്ങാനും കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, എത്ര വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടു? അപ്പോൾ ഞാൻ ഈ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഇവരുടെ ഒരു വോയിസ് റെക്കോർഡ്, ഒരാളുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നല്ലോ. അപ്പം ഞാനത് കേൾക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഞാൻ 5 കോടി മാറ്റി 25 ലക്ഷം ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് 10 ലക്ഷം ഉണ്ട്, ബാക്കി പൈസ നിങ്ങൾ തന്നാൽ മതി. ഒരു ശബ്ദരേഖ പുറത്തു വന്നില്ലേ? എന്നോട് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശൈലിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇവർക്ക് ചെറിയ താമസിക്കുന്നതും ചെറിയ ഹോട്ടലിലൊന്നും അല്ല കേട്ടോ. ഇവർക്ക് ITC ചോളയൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ചെന്നൈയിൽ ITC ചോള എന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. അവിടേക്കാണ് വേണ്ടത്. അവർക്ക് അങ്ങനെ മടിയൊന്നുമില്ല, സംസാരിക്കുന്നതിനോ പെരുമാറുന്നതിനോ ഒന്നും മടിയുള്ള സ്ത്രീ എന്നുള്ള നിലയ്ക്കൊന്നുമില്ല. ഒരു കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള 1-2 ആൾക്കാരാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആകെ പ്രശ്നം. അല്ലാതെ ഇവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാൻ ഒരു മാധ്യമമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ നോക്കണം, അവരെ പാർട്ടിയുടെ കേഡർ നോക്കണം, അവരെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റിനെ നോക്കണം. ഇത് ഇത്രയും നിന്നിട്ട് നമ്മുടെ നാഷണൽ കൗൺസിൽ വരെ എത്തി. എന്നിട്ട് ടക്കെന്ന് അങ്ങനെ താഴെ വന്നതെന്നറിയോ? അവിടെ കാര്യം മനസ്സിലായി. മേലെയുള്ളവർക്ക് BJPൻ്റെ മേലെയുള്ള എന്നോട് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ? അല്ലോ ഞാൻ പറഞ്ഞാലൊന്നും അവിടെ നടക്കില്ല. ഏത് ഞാൻ പറഞ്ഞാൽ നമുക്കവിടെ കിട്ടൂല, നമുക്കവിടെ പൈസ കൊടുത്ത് വേറെ റൂട്ടിൽ പോയാലേ പിടിക്കാൻ പറ്റുള്ളൂ, നേരെ റൂട്ടിൽ പോയാൽ പിടിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പോകാനുള്ള വഴിയാണ്. അപ്പം ഇപ്പോൾ സുരേന്ദ്രനെ എങ്ങാനും മാറ്റി ഇപ്പോൾ മുരളീധരൻ വരുന്ന സംവിധാനം എങ്ങാനും ഇവർ ആലോചിച്ച് വരികയാണെങ്കിൽ അതിന് മാറ്റണമെങ്കിൽ ഒരാൾ വേണ്ടേ? അപ്പം പറ്റിയ ആളെന്നുള്ള നിലയ്ക്ക് ഈ സതീഷിനെ പറഞ്ഞ് സെറ്റാക്കി എല്ലാം പറഞ്ഞു. അതിനിടയ്ക്ക് ശോഭേച്ചിന്ന് അങ്ങോട്ട് 2 വാക്ക് ഇദ്ദേഹം പറഞ്ഞു പോയി. അപ്പോഴത്തെ ശോഭയ്ക്ക് കാര്യം മനസ്സിലായി, ഇത് എൻ്റെയിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ നേരെ കയറിയും തള്ളി പറഞ്ഞു. അപ്പോൾ ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ സതീശൻ എന്താ പ്രതീക്ഷിക്കുന്നത്? സതീശൻ പ്രതീക്ഷിക്കുന്നത് ശോഭ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ശോഭ തള്ളിയപ്പോഴത്തേക്ക് സതീശനും തള്ളി, മൊത്തത്തിൽ പൊളിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഒരു പരിധി വരെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആൾക്കാർ പത്രസമ്മേളനം നടത്തുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ, ഇനി ഇത് കൊടുക്കണ്ട, ഇതെന്തിനാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? നമ്മളെ ചീത്ത പറയുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ കേട്ടോണ്ടിരിക്കണോ? അപ്പം ജനാധിപത്യ രീതിയിൽ പ്രകാരം അവർ പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. നമ്മുടെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ എല്ലാ കട്ട്സായിട്ട് പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശോഭ പറഞ്ഞത് മുഴുവൻ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്താ ഇവർ പറഞ്ഞത് ഇനി മറുപടി എന്തിനു പറയണ്ടോ? നമുക്ക് പറയാമല്ലോ. ഇനിയിപ്പം ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളോടൊന്ന് പറയണം, കുറച്ച് സ്ലോട്ട് മാറ്റി വെക്കണം. കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയല്ലോ. ഈ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാളെ ഇവർ പത്രസമ്മേളനം നടത്താൻ നമുക്ക് നാളെ വൈകുന്നേരം ഇതിന് മറുപടി പറയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് സമയം പറയുകയാണെങ്കിൽ ഒരു 6 to 7 മറുപടി പറയണം. അല്ല അങ്ങനെയല്ല, ഇത് അല്ല സ്ലോട്ട് പരീക്ഷ അല്ല EP ജയരാജൻ പറഞ്ഞതാണ്. അതൊക്കെ മിനിമം അതിൽ ഡിസർവ് ചെയ്യുന്ന ആളുകളോട് അല്ല. ഇവർ 1-2 ആൾക്കാരുണ്ട് അരുണേ. ഒരു നമ്മൾ ഭയങ്കര മത്സരമാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനത്തിനെതിരെ നല്ല മത്സരം നടക്കുന്നത്. നമ്മളില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ 1.5 വർഷം കൊണ്ട് നമ്പർ 2 നമ്പർ 1 ഒന്നും ആവുന്ന ഇവരൊന്നും സ്വപ്നത്തിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താ, നമ്മൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാതെ ജനങ്ങളൊന്നും നമ്മളെ കാണൂലല്ലോ, അതുകൊണ്ട് ഒന്നുമില്ല എന്ന് ഇവരങ്ങ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു വ്യാജ ഓൺലൈൻ ഉണ്ട്, ആ സാധനം രാവിലെ തുടങ്ങിയിരുന്ന് എഴുതുകയാണ്. എന്ത് അവർ കേരള വിഷൻ്റെ ലാൻഡിംഗ് പേജ് വാങ്ങിയിട്ടാണ് 1ാം സ്ഥാനത്തേക്ക് വന്നത്. മറ്റേ ചാനൽ കണ്ടില്ലേ, അവർ ഭയങ്കര സത്യസന്ധമായിട്ട് ആ ചാനലിൽ ഇപ്പോൾ ACVൻ്റെ ലാൻഡിംഗ് പേജ് വാങ്ങി.
നമ്മൾ കേരള ലിഷ വാങ്ങി എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്നവർ. അല്ല, അതിൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ കക്ഷിയല്ലേ? അതെ, നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കക്ഷിയെ തന്നെ. അപ്പം അത് എന്നിട്ട് ACVൻ്റെ ലാൻഡ് പേജാണ്. ഭയങ്കര സത്യസന്ധരായ ആൾക്കാർ. അപ്പം ഇതൊരു കോക്കസ് ആണെന്നേ. അപ്പം ഇത് കോക്കസ് ആയിട്ട് അപ്പം നേരെ മാറിയുള്ളൂ. അല്ല, അത് ഡീല് വേറെയാ. വാഴ നനയുമ്പോൾ ചീര നനിയ, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ഇത് ഇനി റിപ്പോർട്ടർ തർക്കാൻ ഒറ്റ മാറിയുള്ളൂ. എന്താ അറിയോ? റിപ്പോർട്ടർ TVയുടെ മുതലാളിക്ക് ക്രെഡിബിലിറ്റി ഇല്ല. അയ്യോ, ഞാനിനി മാറി നിന്നിട്ടുണ്ട്, ഈ ക്രെഡിബിലിറ്റി മാറുമോ? അപ്പം ഇപ്പോൾ ഇതിനകത്തേ മാർഗമുള്ളൂ. ഇപ്പം ഇനി അരുൺ സാറിനെ കുറിച്ചോ സ്മൃതി മേഡത്തെക്കുറിച്ചോ സുജിയനെ കുറിച്ചോ ഉണ്ണി സാറിനെ കുറിച്ചോ ഇവിടെയുള്ള 650 മാധ്യമപ്രവർത്തകരെ കുറിച്ചോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇനി മുതലാളിക്ക് പറ്റിയില്ല, മുതലാളിക്ക് പറ്റിയില്ല. ഞാനിവിടെ വന്നൊരു വാർത്ത വായിക്കുന്നുണ്ടോ? ഇതെന്താ പ്രോഗ്രാം എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണെന്ന് ഇവർക്ക് ആദ്യകാലത്തുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വന്ന് അഭിനയിക്കുകയാണ്, തമ്മിലടി കൂടി അഭിനയിക്കുക എന്നൊക്കെ. ഇതെന്താണ് ആൾക്കാർക്ക് മനസ്സിലായി. നമ്മൾ ഈ മാധ്യമങ്ങളുടെയൊക്കെ പേര് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, ഇതൊരു നമ്മളൊരു പ്രോഗ്രാമായിട്ട് അതിനെ കൺസീവ് ചെയ്തേക്കണം. ഒരു വാർത്താ പരിപാടിയായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ന്യൂസ് 24 ആഷ്മി പോയിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ നമ്മളെന്താ അടുത്ത 24 വന്നാൽ നമുക്ക് ജെനുവിറ്റി ഉണ്ടോ നോക്കി നമ്മൾ പോയി എടുക്കൂലേ? നമ്മൾ പോയി എടുത്തു. നമ്മൾ കൊടുത്ത് എല്ലാ ചാനൽ കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കൊടുക്കുന്നു. നെക്സ്റ്റ് ഡേ അത് നന്നായി കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടെ വൃത്തിയായി എല്ലാവരും കൊടുക്കാൻ തുടങ്ങി. വൈകുന്നേരമായി. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പോയ വാർത്ത, ഏറ്റവും വലിയ വാർത്തയെ നമ്മളിവിടെ വിശകലനം വിശകലനം ചെയ്തു. നമ്മൾക്ക് ആ അന്ന് കിട്ടിയ അഭിപ്രായങ്ങൾ മുഴുവൻ നമ്മളവിടെ പറയും. അതിൻ്റെ കൂടെ സ്ഥിരീകരിച്ചു. അത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് വന്ന ഉടനെ എന്താ വിചാരിക്കുന്നത് അറിയോ? അത് മാധ്യമം ഞാൻ പറഞ്ഞു. ഇനി ഇവർ വേറൊരു കാര്യം ചിന്തിക്കുന്നുണ്ടാവും. എന്തായിരിക്കും അറിയോ? എന്നെ ഇത്രയും അറിയാവുന്ന ആൻഡോയ്ക്ക് ഇത് പറയാതിരുന്നുകൂടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അതിന് സാധ്യതയുണ്ട്. ഇത് പറയുന്നതിന് മുന്നേ ഇങ്ങനെ സാധ്യതയുണ്ട്. ഇത്ര എന്നെ അറിയാവുന്ന ആൻഡോയ്ക്ക് ഇത് നിർത്തിക്കൂടെ? ഞാനത് അറിഞ്ഞിട്ടില്ലാന്ന്. അല്ലെങ്കിൽ നമ്മളതിൽ ചർച്ച ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഇന്ന് മീറ്റ് ഡേസിൽ ഞാൻ എന്ത് പറയുന്നു, നിങ്ങൾക്ക് വല്ല ഇതുണ്ടോ? സുജി എന്ത് പറയുന്നു, നമുക്ക് വല്ല അറിയോ? നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത്. നമ്മൾ പ്ലാൻ ഉണ്ടാവും, ഓരോരുത്തരുടെ പ്ലാൻ ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് വരുന്നത്. ഒരു കാര്യവും പറയാതെ ഇങ്ങനെ വിളിച്ചു പറയുക മാധ്യമ സ്ഥാപനത്തിനെതിരെ. ഞാനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 650 ജേർണലിസ്റ്റുകൾ 10-15 വർഷം കേരളത്തിലെ വിവിധ മാധ്യമങ്ങളിൽ പണിയെടുത്തിട്ട് അവരുടെ ക്രെഡിബിലിറ്റിയോട് കൂടിയിട്ട് ഉയർത്തിയെടുത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു മുതലാളിക്കും പറയാൻ പറ്റാത്ത അത്രയും, അല്ലെങ്കിൽ ഒരു മുതലാളിക്ക് സന്തോഷത്തോടുകൂടി പറയാൻ പറ്റാത്ത അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു ചാനലാണിത്. നമുക്ക് ഒരു പക്ഷപാതമില്ല. നമ്മൾ LDFനെതിരെയോ UDFനെതിരെയോ BJPക്കെതിരെയോ പറയുന്നുണ്ടോ? നമ്മൾ ഏതെങ്കിലും വാർത്തനെ നമസ്കരിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഓണർ വിളിച്ചു പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഏതെങ്കിലും വാർത്ത നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊരു വാർത്ത എടുക്കാതിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാർത്തയ്ക്ക് പുറകെ നമ്മൾ പോകാതിരുന്നിട്ടുണ്ടോ? ഇതിന് സത്യസന്ധമായിട്ട് എന്താണ് വാർത്തയ്ക്ക് അനുകൂലമായി ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെതിരെ പോയി പൊരുതി ജനങ്ങളുടെ 99% വരെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സ്ഥാപനമാണ്. 35,000 ആൾക്കാർക്ക് മേലെ ഈ സമയം റിപ്പോർട്ടർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവിൽ, യൂട്യൂബ് ലൈവിൽ. നിങ്ങൾ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനത്ത്, 3-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലുകൾ എടുത്ത് നോക്കിക്കോളൂ. 5,000, 6,000, 2,000, 1,000 ആയിരിക്കും. ഇവിടെ 34,000 എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി, 12,000 കൂടെ കൂടിയിട്ടുണ്ട്. 35. 35,000 ആൾ എന്ന് പറഞ്ഞാൽ 35,000 3 ഇരട്ടി, 30 ഇരട്ടി ആൾക്കാർ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് PCR-ലേക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു. അഭിനന്ദന പ്രവാഹം. അല്ല, അഭിനന്ദനം പറയാം. നമുക്ക് സത്യം പറയണമല്ലോ. ഒരു കാര്യം കൂടി നമ്മൾ അതിനകത്ത് പറയണം. Meet the editors.